എനിക്ക് വെള്ളോടിയോ അല്ലെങ്കിൽ സേട്ടോലിയോ ഒന്നുമില്ല, ആകെയുള്ളൊരു പ്രാന്ത് വണ്ടിയാണ്. ആ വണ്ടി പ്രാന്ത് കൊണ്ടുള്ളൊരു വലിയ പണിയാണ് ഇപ്പൊ കിട്ടിയത്. ഇല്ല, എനിക്ക് ബേസിക്കലി വണ്ടികൾ എൻ്റെ അടുത്ത്, ഞാൻ ഈ വണ്ടി 10-25 വർഷം പഴക്കമുള്ള വണ്ടി എന്താ പറയുക ഫുള്ള് പണിതെടുത്ത് വണ്ടികൾ നല്ല ഭംഗിയായിട്ട് ഓടിക്കുന്ന കണ്ടപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ബ്രോ എൻ്റെ വണ്ടി ഒന്ന് റെഡിയാക്കുമെന്ന്. ആ വണ്ടികളെല്ലാം മിക്ക വർക്ക്ഷോപ്പുകളിലും പോയി അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴേക്കും എൻ്റെ അടുത്ത് വന്ന് ഞാൻ അത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വന്ന വണ്ടികളെല്ലാം എനിക്ക് നേരിട്ട് അറിയാത്തവരാണെങ്കിലും അവരുടെ ഫ്രണ്ട്സ് റെഫർ ചെയ്ത് എൻ്റെ അടുത്ത് വന്ന് ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. കാര്യം എനിക്ക് അതൊരു ഇൻട്രസ്റ്റ് ആണ്, ക്രേസാണ്. എനിക്ക് വെള്ളോടിയോ അല്ലെങ്കിൽ സേട്ടോലിയോ ഒന്നുമില്ല, ആകെയുള്ളൊരു പ്രാന്ത് വണ്ടിയാണ്. ആ വണ്ടി പ്രാന്ത് കൊണ്ടുള്ളൊരു വലിയ പണിയാണ് ഇപ്പൊ കിട്ടിയത്. സെയിം അവരെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു, എല്ലാം കൊണ്ടുപോയി കൊടുത്തു. നമ്മളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവർ പണി നമ്മൾ കണ്ടിന്യൂ ചെയ്തു. ഇപ്പൊ കഴിഞ്ഞൊരു 3-4 മാസമായിട്ടുള്ള വണ്ടിയുടെ രണ്ടാമത് പണികൾ കണ്ടിന്യൂ ചെയ്തുന്നുണ്ട്. അപ്പോഴാണ് വീണ്ടും ഇതായത്. പക്ഷെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല, കാര്യം ഈ 3-4 മാസമായിട്ടാണ് ഇവിടെ ന്യൂസിൽ കുറെ ഈ ഭൂട്ടാൻ വണ്ടികളുടെയൊക്കെ. അപ്പോൾ അവർ വീണ്ടും ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാത്തിനും ഡോക്യുമെന്റ്സ് തരാൻ പറഞ്ഞായിരിക്കുള്ളൂ. ഹാജരല്ല, ഡോക്യുമെന്റ്സ് ആയിട്ട് നമ്മൾ പേഴ്സണൽ ഇല്ല. നമുക്ക് 10 ദിവസം സമയം തന്നിട്ടുണ്ട്. ആ 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് സാധനങ്ങളൊക്കെ ആയിട്ട് അവരെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാം. പിന്നെ അവർക്ക് അതിന്റെ വെരിഫൈങ് പ്രോസസ്സ് ഉണ്ടാവും, ഈ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് ഫോർജ്ഡ് ആണോ എന്ന്. ഇന്നലെ ആ വണ്ടിയുടെ തന്നെ ഞാൻ ആദ്യം ഇൻവോയ്സ് കൊടുത്തപ്പോൾ അവരാദ്യം വണ്ടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ ആ ഇൻവോയ്സ് അയച്ചു കൊടുത്തിട്ട് അവരുടെ പോർട്ടലിൽ ചെക്ക് ചെയ്തിട്ട് ജെന്യൂനാന്ന് പറഞ്ഞപ്പോൾ ആ വണ്ടി കൊണ്ടുപോകാൻ പോയത്. കഴിഞ്ഞ വണ്ടി സീസ് ചെയ്യുന്ന നടപടിയൊന്നും ഉണ്ടായില്ല? ഇല്ല, അവർ സമൻസ് തന്നുള്ളൂ. കഴിഞ്ഞ വർഷം 2024 നവംബർ മാസം സമൻസ് തന്നു. സമൻസ് തന്നിട്ട് ഇതേപോലെ തന്നെ നമുക്കൊരു സമൻസ് തന്നു. ഇങ്ങനെ ആ സമൻസ് നമ്മൾ കൊണ്ടുപോയി ഡോക്യുമെന്റ്സ് എല്ലാം ചെയ്താണ്, എല്ലാം കൊടുത്താണ് എല്ലാം. ഇവിടെ ഇപ്പൊ ഈ നടന്ന ഈ വാഹന പരിശോധന പോലെ തന്നെ ഇപ്പൊ സെയിം ദുൽഖറിന്റെ അടുക്കൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്നാണ് വീട്ടിൽ വന്ന് നമ്മുടെ വീടൊക്കെ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു പരിപാടി. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ്. ദുൽഖറിന്റെ അതേപോലെ വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അവിടെയും ദുൽഖറിന്റെ ഒരു 2 വാഹനം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പൃഥ്വിയുടെ വാഹനം കൊണ്ടുവന്നിട്ടില്ലെന്നുണ്ട്. ഇല്ല, പക്ഷെ കാണിക്കാനായിട്ട് വാഹനമൊക്കെ പരിചയമുണ്ടോ? എല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാം. കാര്യം എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര മീൻസ് ലുക്കപ്പ് ചെയ്യുന്ന ഒരാളാണ് ദുൽഖർ. കാര്യം എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നോ ആ വാഹനങ്ങൾ പുള്ളിയെടുത്തുണ്ട്. അപ്പോൾ പുള്ളിയുടെ വാഹനം എന്ത് വന്നാലും ഒരു പേജിൽ പോസ്റ്റ് ചെയ്യുമല്ലോ, ഈ ദുൽഖറിന്റെ വാഹനം ഇന്ന സ്ഥലത്ത് കണ്ടുവന്ന്. അപ്പം ഞാൻ പ്രാവശ്യം പുള്ളിയോട് സംസാരിച്ചപ്പോൾ ഒറ്റ കാര്യം ഞാൻ ചോദിച്ചു, എനിക്ക് ഈ വണ്ടികളൊക്കെ ഒന്ന് കാണാനായിട്ടൊരു അവസരം തരുന്നത്. അപ്പോൾ പക്ഷെ അതെല്ലാം പുള്ളി എന്തറിഞ്ഞിട്ടാ, പുള്ളി ഒരിക്കലും ഒരു ഭൂട്ടാനിൽ പോയിട്ട് സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്ന വാഹനമല്ല, ഇതേപോലെ ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊക്കെ വാങ്ങുന്നതാണ്. അപ്പോൾ ആ വാഹനങ്ങളുടെ ബാക്ക് ഡോക്യുമെന്റ്സ് അത് രജിസ്റ്റർ ചെയ്ത സമയത്ത് അവിടെ RT ഓഫീസിൽ കൊടുത്തേക്കുന്നത്. പക്ഷെ ഇനിയിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇനി നമ്മൾ പഴയത് പോയി ചെകഞ്ഞ് കിട്ടണം. പക്ഷെ അതിന് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാവണം. കാര്യം ഈ പഴയ വാഹനങ്ങൾ നമ്മൾ വിവരാവകാശം കൊടുക്കുമ്പോൾ ഇങ്ങനെ എമർജൻസി ആയിട്ട് ഒന്ന് തരാനായിട്ടൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ വലിയ ഉപകാരം. ഇല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് കിട്ടണവരെ വണ്ടി അവിടെ കിടക്കും. എനിക്ക് എന്റെ ഇതിലുള്ള MP ആ ഒരു വാഹനത്തിന്റെ മാത്രമാണ് എന്നോട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അതിന്റെ അല്ല, ഈ നമ്മൾ വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ആധാർ കാർഡ് മറ്റേ RC ബുക്കും ഇൻഷുറൻസ് ഉണ്ടാവുള്ളൂ. പക്ഷെ അവരിപ്പോൾ പറയുന്നത് ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ രജിസ്ട്രേഷൻ വിത്തൗട്ട് എനി ഡോക്യുമെന്റ്, അതായത് ഇപ്പോൾ ഒരു ഭൂട്ടാനിൽ നിന്നോ അല്ലെങ്കിൽ നേപ്പാളിൽ നിന്നൊരു വണ്ടി വന്നു, ഒരു ഡോക്യുമെന്റും ഇല്ലാതെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കൊടുത്ത രജിസ്ട്രേഷൻ അല്ല ഇതെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഈ വാഹനങ്ങൾ അപ്പോൾ ഭൂട്ടാനിൽ നിന്നുള്ളതല്ല എന്ന് നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ചുള്ള 5 വർഷം എൻ്റെ ഉണ്ടായിരുന്നു. ഒരു 10 വർഷം മുമ്പുള്ള വേറെ ആൾക്കാരുണ്ടായിരുന്നതിൻ്റെ ഉൾപ്പെടെ പ്രൂഫുണ്ട്. അതിനു മുമ്പ് ഒരു 1999 ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ പ്രൂഫുണ്ട്. നമ്മുടെ അടുത്ത് പ്രൂഫുണ്ട്, പക്ഷെ അവർക്കത് ബോധ്യപ്പെടണം. നിലവിൽ അവർ 2 വർഷത്തെ ഒരു വാഹനങ്ങളുടെ ആണ് അല്ലേ നോക്കുന്നത്? ഈ 2 വർഷത്തിലാണ് ഈ വാഹനങ്ങളെല്ലാം വന്നേക്കുന്നത്. ഈ പണ്ട് 1999 നമ്മുടെ ഇവിടെ ഒരിക്കലും 150% 200% ടാക്സ് ഇല്ല. ആ സമയങ്ങളിൽ വാഹനം സ്മഗിൾ ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാര്യം നിസ്സാര ഇമ്പോർട്ട് ഡ്യൂട്ടി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വാഹനങ്ങളൊക്കെ അന്ന് ഈസി ആയിട്ട് വന്നത്. അപ്പോൾ അന്ന് സ്മഗിൾ ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, കാര്യം വലിയ ടാക്സ് ഇല്ല. അപ്പം അന്ന് രജിസ്റ്റർ ചെയ്ത സാധനങ്ങൾ ഇന്ന് പോലെയല്ല. ഇന്നിപ്പോൾ ആ വാഹനമാണെങ്കിൽ 200% ടാക്സും യൂസ്ഡ് വണ്ടികൾ ഇന്ത്യയിലോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് നിയമമുണ്ട്. അപ്പോൾ ഇന്ന് അതൊരു വിലക്കപ്പെട്ട സാധനമാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ പൈസക്ക് വന്നാൽ വലിയ പൈസക്ക് ആൾക്കാർ വാങ്ങും. പക്ഷെ ഞാനൊക്കെ ഇത് നിസ്സാര പൈസക്ക് അന്ന് വാങ്ങിയതാണ്. കാര്യം അന്ന് അത്ര വാല്യൂ ഉള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ അതിൻ്റെ മാർക്കറ്റും അല്ലെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാമിലെ റീൽസും അതിൻ്റെ ട്രെൻഡൊക്കെ കൂടിയപ്പോൾ ഭയങ്കര വിലയായി. ഇപ്പൊ ഏതാണ് ഫേക്ക് ഏതാണ് ഒറിജിനൽ എന്ന് സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി, ഒഫീഷ്യൽസിനും ഇല്ലാത്ത അവസ്ഥയായി. ഈ കസ്റ്റംസ് പറയുന്നത് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചൊരു വലിയ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ കോയമ്പത്തൂരിൽ നിന്നൊരു യൂസ്ഡ് കാർ സെയിൽ ചെയ്യുന്നവിടെ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. ആ വണ്ടികളുടെ അവിടെ നിന്ന് സാധനങ്ങളാണ് ആദ്യമായിട്ട് ഇവർ സീസ് ചെയ്തത്. അപ്പോൾ ഇന്നലെ എന്നോട് ചോദിച്ചു അവിടെ നിന്ന് എന്തെങ്കിലും വാഹനമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പം നമ്മളിവിടെ ഈ പഴയ വണ്ടികൾ യൂസ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും
അവരത് പാർട്സ് വാങ്ങിച്ചിട്ടുണ്ട്. കാര്യം ഇതൊന്നും പുതിയത് കിട്ടില്ല. അപ്പം ഞാൻ ഇന്നലെ അവരായിട്ട് വാങ്ങിച്ചേക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ്, ഒരു ഡോർ പാഡ്സ് 4 പണ്ട് 2021 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മറ്റേ ഡിസ്ക്, പഴയ ഒരു സിംഗിൾ ഡിസ്ക്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാ ഡീറ്റെയിൽസും അവർ ചോദിക്കുന്നത് തന്നെയാണ് ഞാനും പറഞ്ഞത്. കാര്യം ഈ വണ്ടി പഴയ വാഹനം കൊണ്ടുനടക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടാവുന്നത് ഇതേപോലെ യൂസ്ഡ് സാധനങ്ങൾ എവിടെയെങ്കിലും കൊടുക്കുന്നതും, അല്ലെങ്കിൽ സ്പെയർ പാർട്സ് കൊടുക്കുന്നതും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെയൊക്കെ ഓണേഴ്സ് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണത്തിലാണ് ഇത് പോകുന്നത്. ഇപ്പോൾ ദുൽഖറിൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, LC 200 നല്ല വണ്ടി വല്ലതും ഉണ്ടെങ്കിൽ പറയണേ. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഈ ഭയങ്കര ബന്ധമാണ് പഴയ വാഹനമുള്ള ആൾക്കാർ തമ്മിൽ. കാര്യം എന്തെങ്കിലും എൻ്റെ അടുത്ത് ഉണ്ടാവും, ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും അവൻ്റെ അടുത്ത് ഉണ്ടാവും. എൻ്റെ എന്തെങ്കിലും ഒടിയുമ്പോൾ അവൻ്റെ നിർത്തിയിടും. കാര്യം ഈ സാധനം വന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കരുതൽ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന വണ്ടിയുടെ ഒതന്റിസിറ്റി നമുക്കറിയില്ല. ഇപ്പൊ നമ്മുടെ അടുത്ത് വന്ന വണ്ടിയുടെ വരെയും ഉത്തരവാദിത്തം നമ്മൾ പറയേണ്ട അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഇന്നലെ മീഡിയയിൽ 6 വണ്ടിയും എൻ്റെയാന്ന് പറഞ്ഞ്, ഇത് 6 വണ്ടിയാണ്. പക്ഷേ പ്രശ്നം വരുമ്പോൾ കുരുങ്ങണം നമ്മൾ കച്ചവടം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണോ? പിന്നെ അവരും ചോദിക്കുന്നതിൽ തെറ്റില്ല. ഞാൻ ഇനിയിപ്പോൾ ഈ 6 വണ്ടി എൻ്റെ കെയർ ഓഫിൽ കിടക്കണം എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്ന ഈ 6 വണ്ടി ഞാൻ ഭൂട്ടാനിൽ നിന്ന് വല്ലതും കൊണ്ടുവന്ന് വിൽക്കാനായിട്ട് ഇട്ടേക്കണമെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇനി ഞാനത് എൻ്റെ അല്ലാന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യണം.